കോഴിക്കോട് ഫറൂഖ് കോളേജിന് സമീപം ഭാര്യയെ വെട്ടി പരിക്കേൽപ്പിച്ച പ്രതിയെ റിമാൻഡ് ചെയ്തു. ഫറൂഖ് കോളേജ് സ്വദേശി ജബ്ബാറിനെയാണ് റിമാൻഡ് ചെയ്തത്. കഴുത്തിന് ഉൾപ്പെടെ വെട്ടേറ്റ ഭാര്യ മുനീറ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതിഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. രാഹുൽ കെ വിയുണ്ട്. രാഹുൽ, ഈ അക്രമം എപ്പോഴായിരുന്നു? അതിഗുരുതരാവസ്ഥയിൽ എന്നുൾപ്പെടെ എന്തൊക്കെ വിവരങ്ങൾ ആശുപത്രിയിൽ നിന്ന് വരുന്നുണ്ട്? മറ്റു വിവരങ്ങൾ എന്താണ്? ഉൾപ്പെടെ 4 വെട്ടുകളാണ് ഉള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് ഇവർ ചികിത്സയിൽ തുടരുന്നത്. ഇന്നലെ രാവിലെ 8:30യോടുകൂടി വീട്ടിൽ വെച്ച് തന്നെയാണ് ഈ അക്രമം ഉണ്ടാകുന്നത്. പ്രതിയായ ഭർത്താവ് ജബ്ബാർ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നയാളാണ്. ജോലിക്കൊന്നും അങ്ങനെ പോകാറുമില്ല. ഈ ഭാര്യ മുനീറ തൊട്ടടുത്തുള്ള ഒരു വ്യാപാര സ്ഥാപനത്തിൽ ജോലിക്ക് പോകാറുണ്ട്. അപ്പോൾ ഇവരോട് പൈസ വേണമെന്ന് ജബ്ബാർ ആവശ്യപ്പെട്ടു. അത് നൽകാൻ കഴിയില്ല എന്ന് ഭാര്യ പറഞ്ഞതോടുകൂടിയാണ് വീട്ടിലുണ്ടായിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് മുറിക്കകത്ത് വെച്ച് തന്നെ ഇവരെ ആക്രമിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ കഴുത്തിലെ ഞരമ്പ് മുറിഞ്ഞു പോവുക ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രവേശിപ്പിച്ചത് മുതൽ ഇവർ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തന്നെ തുടരുന്നത്. ജബ്ബാറിനെ ഇന്നലെ തന്നെ ഫറൂഖ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു. മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കിയാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. 2 ചെറിയ മക്കളും ഇവർക്കുണ്ട്. മുൻപും ജബ്ബാർ മുനീറയെ ഉപദ്രവിച്ച് ആക്രമിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന സമയത്താണ്. അന്ന് കൊണ്ടോട്ടി പോലീസ് കേസെടുത്തിരുന്നത്. പിന്നീട് 2 കുടുംബക്കാരും സംസാരിച്ച പ്രശ്നമൊക്കെ ഒത്തുതീർപ്പാക്കി അതിനുശേഷം ഫറൂഖ് കോളേജ് സമീപത്തേക്ക് വീട് വെച്ച് താമസം മാറുകയായിരുന്നു. അങ്ങനെ ലഹരിക്ക് അടിമ എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. പതിവായി ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. വിധത്തിൽ കൊടും ക്രൂരത കാണിച്ചിട്ടുള്ളത്. ഡോക്ടർമാരുടെ വെന്റിലേറ്ററിൽ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ തുടരുകയാണ് മുനീറ. യുവതിയുടെ അവസ്ഥ അതീവ ഗുരുതരമാണ്. വെന്റിലേറ്ററിൽ തുടരുന്നുവെന്നാണ് കോഴിക്കോട്ട് നിന്ന് രാഹുൽ കെ വി നൽകുന്ന വിവരം.